എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2017 ഇറങ്ങിയ മാർവൽസ് ദ ഡിഫൻഡേഴ്സ് എന്ന സീരീസാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു മാർവൽ സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ മാർവൽ സീരീസ് മറ്റുള്ളത് ഡെയർ ഡെവിൾ, ജെസിക്ക ജോൺസ്, ലൂക്ക് കേജ്, അയൺ ഫിസ്റ്റ് എന്നിവയാണ്. ഇതിലെ 4 പ്രധാന കഥാപാത്രങ്ങളും പിന്നെ മറ്റു ചില കഥാപാത്രങ്ങളും കൂടെ ഒന്നിച്ച് വന്ന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നൊരു കഥയുടെ ഒരു സീരീസാണ് ഡിഫൻഡേഴ്സ്. ന്യൂയോർക്കിൽ നടക്കുന്നൊരു കഥയായിട്ടാണ്. ഫസ്റ്റ് സീസൺ ഡെയർ ഡെവിൾ മുതൽ ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഈവിൾ ഓർഗനൈസേഷൻ, ഒരു വില്ലന്മാരെ ന്യൂയോർക്കിൽ വരുന്നത്, അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഈ 4 പേരും യാദൃശ്ചികമായിട്ട് ഒന്നിച്ചു വരികയും ഒരു ടീമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതുമാണ് ഇതിൻ്റെ കഥ. ഒരു സൂപ്പർ ഹീറോ ടീമപ്പാണ്. ഒരു കുഞ്ഞ് അവഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സീരീസ് കാണാൻ തുടങ്ങിയത്. ഈ പർട്ടിക്കുലർ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് കാണാൻ വേണ്ടിയാണ് ഞാൻ ബാക്കി എല്ലാ സീരീസും കാണാൻ തുടങ്ങിയത്, ഇതും ഡെയർ ഡെവിളും. അപ്പോൾ പലരും എന്നോട് ഡെയർ ഡെവിൾ കാണണം, ഈ ഡിഫൻഡേഴ്സ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കാണാൻ തുടങ്ങിയത്. ഇതിനകത്ത് തുടക്കത്തോട്ട് പറയേണ്ടത്, ഇതൊരു ഡെയർ ഡെവിൾ സീസൺ 2.5 ആണ്. ഡെയർ ഡെവിളാണ് പ്രധാന കഥാപാത്രം. മെയിൻ വില്ലന്മാർ ഡെയർ ഡെവിളുമായിട്ടാണ് നല്ലോണം കണക്റ്റഡ്. ഈ അയൺ ഫിസ്റ്റിൻ്റെ സീരീസിനകത്ത് വില്ലന്മാരാണ് ഇതിനകത്ത് വില്ലന്മാരെങ്കിലും അവർക്കൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളത് ഡെയർ ഡെവിളിനോടാണ്. ഞാൻ അതിൻ്റെ സ്പോയിലേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞു വെക്കാം. അപ്പോൾ ഡെയർ ഡെവിൾ സീസൺ 1ഉം 2ഉം കാണാൻ ഇത് കണ്ടിട്ട് കാര്യമില്ല. അയൺ ഫിസ്റ്റും കൂടി കണ്ടാൽ ഇതിലൂടെ വ്യക്തത കിട്ടും. പക്ഷേ അയൺ ഫിസ്റ്റിൻ്റെ ഫസ്റ്റ് സീസൺ ഭയങ്കര ബോറാണ്, ഒട്ടും കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ജെസിക്ക ജോൺസും ലൂക്ക് കേജും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സീരീസ് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സീരീസാണ്. ബാക്കിയുള്ള എല്ലാ മാർവലിൻ്റെ നെറ്റ്ഫ്ലിക്സ് സീരീസിനും വരുന്നൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ 13 എപ്പിസോഡാണ് ഓരോ സീസണും വെച്ചിരുന്നത്. അതൊട്ടും നല്ലൊരു പ്രോസസ്സായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 13 എപ്പിസോഡ് വരുമ്പോൾ എല്ലാ സീരീസും നല്ലോണം വലിച്ചു നീട്ടിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ആ പ്രശ്നം ഡിഫൻഡേഴ്സിന് വരാത്ത രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. 8 എപ്പിസോഡുകൾ, വിച്ച് ഇസ് എബൌട്ട് റൈറ്റ്. 6 എപ്പിസോഡ് മതിയായിരുന്നെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ 8 എപ്പിസോഡ് ഇസ് ഓൾസോ ഓൾ റൈറ്റ്. അപ്പോൾ ഈ 8 എപ്പിസോഡ് അവർ സ്റ്റോറി പറയുന്നത്, ന്യൂയോർക്കിൽ ഇവർ ഈ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഈവിൾ ഓർഗനൈസേഷനെ തോൽപ്പിക്കാൻ വേണ്ടി അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് നശിപ്പിക്കും എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡിഫൻഡേഴ്സ്. പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഡെയർ ഡെവിളായിട്ട് മാറ്റ് മർഡോക്കാണ്, ജെസിക്ക ജോൺസായിട്ട് ക്രിസ്റ്റ്യൻ റിറ്ററാണ്, ലൂക്ക് കേജായിട്ട് മൈക്ക് ഓൾഡറാണ്, അയൺ ഫിസ്റ്റായിട്ട് ഫിൻ ജോൺസ് ആണ്. പക്ഷേ ഇവരെ കൂടാതെ സിഗോർണി വീവർ എന്ന് പറയുന്ന നടി ഇതിലുണ്ട്. പ്രധാന ഒരു വില്ലൻ്റെ വേഷത്തിലാണ് വരുന്നത്. മെൻഷൻ ചെയ്യാനുള്ള കാര്യം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് സിഗോർണി വീവർ. നമ്മൾ ഏലിയൻ സീരീസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, അവറ്റാറിനകത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട നടിയാണ് സിഗോർണി വീവർ. ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ ഞാൻ ഈ സീരീസ് കണ്ടിട്ട് എനിക്ക് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് കാണാൻ വേണ്ടി 4 വേറെ സീരീസൊക്കെ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു പൊട്ടനായി മാറി എന്ന് തന്നെ വേണം പറയാൻ. അതിന് മാത്രമുള്ളൊരു ഗുണമുള്ള സീരീസല്ല. ഡെയർ ഡെവിൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ലൂക്ക് കേജിൻ്റെ കഥാപാത്രം എനിക്കിഷ്ടമാണ്, അപ്പോൾ അദ്ദേഹം കുഴപ്പമില്ലായിരുന്നു. ബാക്കിയെല്ലാം നല്ല ബോറായിരുന്നു. ഇത് റെക്കമെൻഡഡ് അല്ല, കാണാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡെയർ ഡെവിളിൻ്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ഇത് കാണേണ്ടി വരും. അപ്പം അതിനുവേണ്ടി കണ്ടാൽ കൊള്ളാം. ഡെയർ ഡെവിൾ സീസൺ 1, 2, ഈ ഡിഫൻഡേഴ്സ്, പിന്നെ സീസൺ 3യും കൂടെ കണ്ടാൽ മതിയെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയത്. ബാക്കി ഇനി നോക്കിയിട്ട് പറയാം. ഇതിനകത്ത് പല വേറെ കഥാപാത്രങ്ങളും ഉണ്ട്, അവരെല്ലാവരും കൊള്ളാം. ഓവറോൾ നോട്ട് വെരി മച്ച് റെക്കമെൻഡഡ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക. ഡെയർ ഡെവിളിൻ്റെ ഫാനാണെങ്കിൽ കണ്ടു നോക്കുക. ഗോയിങ് ടു ദ സ്പോയിലേഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് എനിക്കറിയത്തില്ല, ഈ മാർവലിൻ്റെ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഭയങ്കരമായിട്ട് ഇപ്പം വെക്സിങ് ആണ്, അനോയിങ് ആണ്. നമ്മളിങ്ങനെ ചൊറിയുന്ന തരത്തിലുള്ള സ്റ്റോറീസാണ് ഇതിനകത്തുള്ളത്. പ്രധാനമായിട്ട് ഇത്രയും പൊട്ടന്മാരാണ് ഇതിനകത്ത് കഥാപാത്രങ്ങളെന്നാണ്. ശരിക്കും ഇതിനകത്ത് പൊതുവിൽ ഈ ഡെയർ ഡെവിളിൻ്റെ കഥാപാത്രം അത്ര പൊട്ടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് മണ്ടൻ കഥാപാത്രങ്ങൾ. പർട്ടിക്കുലർലി അയൺ ഫിസ്റ്റിൻ്റെ സീരീസിൽ എന്തുമാത്രം മണ്ടനായിരുന്നോ അതിനേക്കാളും മണ്ടനാണ് ഇതിനകത്തൊരു പർട്ടിക്കുലർ സീനുണ്ട്. വില്ലന്മാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് അവരുടെ ബോർഡ് റൂം മീറ്റിങ്ങിലോ ഈ അയൺ ഫിസ്റ്റ് കയറി ചെല്ലുന്നൊരു സീനുണ്ട്. കയറി ചെന്നിട്ട്, എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം, നിങ്ങളെല്ലാം വില്ലന്മാരെ അറിയാം, നിങ്ങളെല്ലാവരും ഞാൻ അടിച്ചിടും എന്നാണ് അയൺ ഫിസ്റ്റ് വരുന്നത്. അവൻ പെട്ടുപോകും അവിടെ. അവരെല്ലാവരും കൂടെ അവനെ പിടിച്ച് ട്രാപ്പ് ചെയ്യും. ഭാഗ്യത്തിന് ബാക്കിയുള്ളവരെ ആ സമയത്ത് യാദൃശ്ചികമായിട്ട് അവിടെ വരുന്നതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നതാണ്. ആ കഥാപാത്രം എന്തിനങ്ങനെ ചെയ്തെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല സീരീസിൽ. പിന്നെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്യും,
ഒരു എന്താ പറയണ്ടത്, ഒരു സെൻസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി. ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇത്രയും മിസ്റ്റിക്കലും മിസ്റ്റീരിയസും ആയിട്ടൊക്കെ ഡെയർഡെവിൾ സീസൺ 1 തൊട്ടേ കൊണ്ട് ബിൽഡപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പം ഇവന്മാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 5 പേര് അവർ മരിക്കാതിരിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതിലൊരു പെണ്ണും പിള്ളയ്ക്ക് മറ്റേ എനിക്ക് പറയുമ്പോൾ ചിരി വരും, മാഡം ഗാവ് എന്ന് പറയുന്ന ക്യാരക്ടർ, അത് ഡെയർഡെവിളിനകത്ത് തൊട്ടേ ഉള്ളതാണ്. അവർക്കാണെങ്കിൽ ഇതിനകത്ത് എന്താ ടെലികൈനറ്റിക് പവേഴ്സ്, ഈ മനസ്സുകൊണ്ട് സാധനങ്ങൾ നീക്കാനുള്ള കഴിവുണ്ട്. അതൊക്കെ എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെയൊക്കെ സ്റ്റോറി എന്തോ, അവർക്ക് മാത്രം എന്താ പവർ, ബാക്കിയുള്ളവർക്ക് എന്താ പവർ ഇല്ലാത്ത, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചുമ്മാ ഒരു സീരീസ്. എന്നിട്ട് ഇവർക്ക് എന്തോ ഈ ന്യൂയോർക്കിൻ്റെ അടിയിലൊരു ഡ്രാഗൺ ഉണ്ട്. ആ ഡ്രാഗണിൻ്റെ ശരീരത്തിൽ, ഡ്രാഗൺ മരിച്ച ഡ്രാഗണാണ്, അതിനെ കൊന്നത് അയൺ ഫിസ്റ്റാണ്. അതൊന്നും കാണിക്കുന്നില്ല, ആ ഡ്രാഗനെ കൊന്നതൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് ആ ഡ്രാഗനെ കൊന്ന അയൺ ഫിസ്റ്റിൻ്റെ ആ ഡ്രാഗനെ ഹാർവെസ്റ്റ് ചെയ്യണം, അതിനകത്തെ പല സാധനങ്ങളും ഹാർവെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി അവർ ഈ ന്യൂയോർക്ക് നശിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാത്ത ഈ ന്യൂയോർക്കിനടിയിൽ എങ്ങനെ ഡ്രാഗൺ വന്നത്, അതെന്തോ പോർട്ടലോ എന്താണ്ടൊക്കെ അവർ പറയുന്നത്, ഒന്നും ക്ലിയർ ആയിരുന്നു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മൊത്തത്തിൽ വളരെ ബോറൊരു സീരീസ്. അയൺ ഫിസ്റ്റ് സീസൺ 1 അത്രയും മോശമല്ല, പക്ഷെ നല്ല മോശം ഒരു സീരീസാണ് ഡിഫൻഡേഴ്സ്. നോട്ട് റെക്കമെൻഡഡ്. ഡെയർഡെവിളിൻ്റെ കുറച്ച് പിന്നെ ഡെയർഡെവിളിൻ്റെ ഒരു വില്ലൻ ക്യാരക്ടറുണ്ട്, ഇലക്ട്ര, ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പുള്ള കഥാപാത്രം. ഐ ഡോണ്ട് നോ, ലൈക്ക് അത് അവരുടെയും ഡെയർഡെവിളിൻ്റെയും റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഹാമർ ഡൗൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര പ്രേമമാണ്. അത് പ്രേമല്ല, ഒരു ഓബ്വിയസ്ലി ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതെനിക്കെന്ന് അവർ അക്നോളജും ചെയ്യുന്നുണ്ട്. അതെന്തിനാ ഇത്ര ഹാമർ ഡൗൺ ചെയ്യാൻ തോന്നുന്നത് എനിക്ക് തോന്നില്ല. എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ലായിരുന്നു ഇവരുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി. ഐ ഫെൽറ്റ് വെരി ബാഡ്. എനിക്ക് ആകപ്പാട് ഇതിനകത്തൊരു ഒരു നമുക്ക് സ്ട്രെസ് വരിക എന്നുള്ളത്, ഇതിനകത്ത് ഡെബോറ ആൻ വോൾ എന്ന് പറയുന്ന നടിയുടെ കഥാപാത്രം, ക്ലെയർ എന്ന് പറയുന്ന ക്ലെയർ അല്ല, കാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മാത്രം കൊല്ലുമോ എന്നെനിക്കൊരു ചിന്ത വന്നു. പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒന്നുമില്ല, അവിടെ ഒന്നും കഥയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സിലേക്ക് എല്ലാ സീരീസിലെ അനോയിങ് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലൂക്കേജിനകത്ത് നൈറ്റ്, ഡിറ്റക്റ്റീവ് നൈറ്റ് എന്ന് പറയുന്ന ഒരു അനോയിങ് ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരിയൊക്കെ ഇതിനകത്തുണ്ട്. എന്തോ ഒരു ബുദ്ധിയില്ലാത്ത ഡിറ്റക്റ്റീവ്. അവരോട് ഈ സീരീസ് എന്ന് പറഞ്ഞാൽ ഇവരിരുന്നിട്ട് കാര്യം സംസാരിച്ച് തീർത്താൽ ഇവർക്ക് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പോലീസിനോടായാലും ഇവർ തമ്മിലായാലും ഒക്കെ സംസാരിച്ചാൽ മാത്രം തീരാനുള്ളതേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ സീൻ കൂടെ എനിക്ക് പറയണം. അയൺ ഫിസ്റ്റ് അവൻ്റെ ഫിസ്റ്റാണ് ഇവരുടെ കീ, അതുകൊണ്ട് അവൻ പുറത്തിറങ്ങരുത്, അവൻ യുദ്ധത്തിന് പോകരുത് എന്ന് ബാക്കി 3 പേരും കൂടെ അയൺ ഫിസ്റ്റിനോട് പറയുന്നൊരു സീനുണ്ട്. ഇവൻ അങ്ങ് ഇറങ്ങും, ഇല്ല ഞാൻ പോവും. ഇവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. അതിന് പകരം ഇവനെ അടിച്ചിടുക, ഇവനെ കിഡ്നാപ്പ് ചെയ്ത് ഇവർ പൂട്ടിയിടുക. ഐ ഡോണ്ട് നോ ഇത് എഴുതിയവരുടെ, എനിക്ക് ഇപ്പം റിവ്യൂ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷനാണ്, ഇവൻ എന്ത് തേങ്ങയായി പറയുന്നതെന്ന് എനിക്കിത് ഇതിനേക്കാളും പുറത്തായിട്ട് ഫ്രസ്ട്രേഷനായിരുന്നു. എന്ത് തേങ്ങ ഇവർ എഴുതി വെച്ചേക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഉണ്ടാക്കി സ്ക്രീനിൽ കാണിക്കുന്നതെന്ന്. വളരെ ബോർ സീരീസാണ്, നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. മുൻപ് പറഞ്ഞ പോലെ ഡെയർഡെവിൾ കാണണമെങ്കിൽ, അതിൻ്റെ ഫുൾ 3 സീസണും കാണണമെങ്കിൽ ഇത് കാണേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ട് കാണാം എന്നേ ഉള്ളൂ. പോരാ. എന്തായാലും റിവ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.